ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ മാർക്കറ്റ് ഏകദേശം ഈ സമയം നോക്കാൻ 7:29 7:29 മാർക്കറ്റ് ഏകദേശം 82 പോയിൻ്റ് ഡൗൺ ആണ്. ഓക്കെ, ന്യൂസുകളിലേക്ക് വരാം. നമ്മളെ ബൂമുകളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു 3 ഡേയ്സിലെ ആ നെഗറ്റീവ്സ് കൊണ്ട് തന്നെ മാർക്കറ്റ് എല്ലാം ന്യൂട്രലിലേക്ക് മാറിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറി. അത് ബേസിക്കലി ഇത് സ്വല്പം ഒന്ന് അടിച്ചിട്ട് റിക്കവർ ചെയ്യാം, എങ്കിലും ഇവിടെയും ന്യൂട്രലിലേക്ക് മാറി. നമ്മൾ ആ ബൈ ട്രെൻഡ് ഇവിടെയൊക്കെ പോയി. ബൈ ട്രെൻഡുകളൊക്കെ നമുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, മൂവിങ് ആവറേജും ന്യൂട്രലാണ്. അതും ന്യൂട്രലപ്പോൾ എല്ലാം മൈനസിലേക്കാണ്. മാർക്കറ്റിൽ ഇവിടെ ടെക്നിക്കലി നമ്മൾ മൈനസിലാണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് ഒരു സപ്പോർട്ട് എടുക്കുമ്പോഴാണ്. സപ്പോർട്ട് നമുക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ 25,500 നിൽക്കുന്നത്. നമുക്ക് അടുത്തൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. കാരണം 25,000 നമുക്ക് തേർഡ് സപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. തേർഡ് സപ്പോർട്ട്. ഓക്കെ, 500 ഒരു മാത്തമാറ്റിക്സ് അവിടെ കിട്ടാലിയുണ്ടായി നമുക്ക്. ഓക്കെ, ഇതൊരു ഡീപ്പ് കറക്ഷനിലേക്ക് പോയി എന്നുള്ളത് തീർച്ചയാണ്. മാർക്കറ്റ് നമുക്ക് സപ്പോർട്ട് തോന്നുന്നത് 25,447. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 150 പോയിൻറ്റും കൂടി നെറ്റ് വരണം. എൻ്റെ ഇവിടുത്തെ 85 എന്നുള്ള കാൽക്കുലേഷനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ 25 നമുക്കൊരു 425 440 എന്ന് പറയുമ്പോൾ ഒരു 50 പോയിൻറ്റും കൂടി, ഒരു 50 പോയിൻറ്റ് ഡിഫറൻസും കൂടി ഇവിടെ കീപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ പൊട്ടി കഴിയുമ്പോൾ എല്ലാവരും കൂടി സെൽ ഓഫ് ചെയ്യാൻ തുടങ്ങിയാൽ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് റിക്കവർ ചെയ്ത് ഇവിടെ കിടന്ന് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ADRs എടുത്ത് നോക്കുകയാണ്. ADRs എടുത്ത് നോക്കുമ്പോൾ ഇൻഫോസ് ADR ഡൗൺ, ICICI ബാങ്ക് ADR ഡൗൺ, ഇബ്രോ ADR ഡൗൺ, HDFC ADR ഡൗൺ കൂടി. എനിക്ക് തോന്നുന്നു ഫാർമ സെക്ടർ അല്ലേ, ഫാർമ ഇന്നലെ ഉണ്ടായിരുന്നു. ഫാർമയിൽ ഒരു ചെറിയ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രം ഒരു അട്രാക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ADRകൾ ഡൗണാണ്. നെഗറ്റീവ് ഓപ്പണിങ് അത് കാരണം വീണ്ടും കൺഫേം ആണല്ലോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയണ്ട. FII ഡാറ്റ സെൽ തന്നെ. ബൈ വന്നിട്ടുണ്ടെങ്കിലും വലിയ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. സെല്ല. മാർക്കറ്റ് ബേസിക്കലി അമേരിക്കൻ മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ആ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അവരോട് സപ്പോർട്ട് ചെയ്തു പോകും. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് അറിയാം ഇത് അമേരിക്കൻ AI ബന്ധപ്പെട്ടുള്ള സെല്ലിങ് കൂടുതൽ വരുന്നു എന്നുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഓക്കെ, ജോബിൻ്റെ ജോബ് ഇഷ്യൂ ഓൾറെഡി നമ്മൾ ജോബ് ലെവൽ താഴ്ത്തേക്ക് വന്നിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് മുമ്പേ ചെയ്ത ആക്ഷൻ്റെ ഭാഗമായിട്ട് അത് താഴ്ത്തേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഒപ്പം ലോക്ക്ഡൗൺ. ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നു. 1 മന്തിലേക്ക് അടുക്കുന്നു. ജോബ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ജോബ് കുറഞ്ഞു വരുന്നു. അമേരിക്കൻ ഇൻട്രസ്റ്റ് IT അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ IT സ്റ്റോക്സുകളുടെ നല്ലൊരു സെൽ ഓഫ്. അതിൻ്റെ ഒപ്പം തന്നെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലത്തെ ഇഷ്യൂസ് മാർക്കറ്റിനെ ബാധിക്കുന്നു. അല്ലാണ്ട് ഇന്ത്യയിലത്തെ ഒരു മാർക്കറ്റിലെ ന്യൂസുകളൊന്നും ഇത് എടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ടോട്ടലി ഈ ഒരു സെക്ഷനിലാണ് മാർക്കറ്റ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങളില്ല. ഇത് തന്നെ ഒന്ന് വായിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. റാലി ബോൺസുകളിലെയും മറ്റ് മാർക്കറ്റിലെ ഇഷ്യൂസുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ബെയറിഷ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ നമുക്കൊരു ഗുഡ് സപ്പോർട്ട് കിട്ടാതെ ഓവറോൾ മാർക്കറ്റ് അപ്പ് ട്രെൻഡിൽ വന്നു. എന്തായാലും മാർക്കറ്റിനെ നമുക്ക് നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണത് ഇത്രയേ ഉള്ളൂ. കാലത്തെ മാർക്കറ്റിൽ ഇപ്പോൾ ഷോർട്ട് അടിക്കുന്നതിനെ സംബന്ധിച്ച് ക്യാഷ് കിട്ടാതിരിക്കാം. ആ സ്പീഡാണ് അവർ തന്നെ. പക്ഷേ എങ്കിൽ തന്നെ മാർക്കറ്റ് ഒരു 9:40 കഴിയുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ നിങ്ങൾ പുതിയ റെസിസ്റ്റൻസും സപ്പോർട്ടും
ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇവിടെ ട്രേഡ് മാത്രമേ പറയാറുള്ളൂ, ഡെയിലി ട്രേഡ്. അപ്പോൾ ഡെയിലി ട്രേഡുകാരെ ചാകരയാണ്. ഇതിപ്പോൾ ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. ഓക്കെ, ഫ്യൂച്ചറാണ് കുറച്ചുകൂടി ബെറ്റർ. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ സംബന്ധിച്ച് ഫ്യൂച്ചറിലും ഓപ്ഷനിലും വരാൻ ഇപ്പോഴാണ് വരേണ്ടത്. കാരണം ഇത്രയും വൊളാറ്റിറ്റി ഉള്ളപ്പോഴാണ് ഓപ്ഷൻ ഫീച്ചർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എന്നുള്ള പേരിൽ തന്നെ ഈ സമയത്തുള്ള ഓപ്ഷനാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ബെസ്റ്റാണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം നമ്മുടെ ലോസിന് എങ്ങനെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈക്വിറ്റി മാർക്കറ്റ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കയറുന്നൊരു സെക്ടറാണ് ഗോൾഡ് മാർക്കറ്റ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം, വേൾഡ് മുഴുവൻ ഒരു എക്കണോമിക് ക്രൈസിസിൽ കൂടെ താഴത്തേക്ക് വരുമ്പോൾ അതിന് ഗോൾഡിനും മാറി നിൽക്കാൻ പറ്റില്ല. അതിനും ഗോൾഡിനും മാറി നിൽക്കാൻ പറ്റില്ല എന്ന്. ഇനി എല്ലാം കൂടി താഴത്തേക്ക് വീഴുമ്പോൾ അതിനെ ഗോൾഡ് താഴ്ത്തി. അപ്പോൾ നിങ്ങൾ ഗോൾഡ് ജസ്റ്റ് പോസിറ്റീവാണ്, സൂക്ഷിക്കണം, ഗോൾഡിലും സൂക്ഷിക്കണം. അതിലിപ്പോൾ ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട എടുത്ത് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കറിയില്ല എത്ര ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ അങ്ങോട്ട് ശരിയാണെന്ന് വിചാരിക്കരുത്. ഇതിനും പോസിറ്റീവ് ട്രെൻഡാണ്, ഈക്വിറ്റിക്ക് അഗൈൻസ്റ്റാണ് ഇത് കയറുന്നതെങ്കിലും നെറ്റ് മാർക്കറ്റ് വീഴുകയാണ്. എനിക്ക് കറൻസി സെറ്റിൽ ചെയ്യണം. എനിക്ക് കറൻസി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നാലും ഒരു ലെവൽ വരുമ്പോൾ കറൻസിയെ താഴത്തേക്ക് വാങ്ങിച്ചാൽ ഗോൾഡിൻ്റെ സെറ്റിൽമെൻറ്റും എനിക്ക് കുറച്ച് മതി. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കേസാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് സംഭവിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗോൾഡും സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാം. ട്രേഡിങ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ETF ട്രേഡിങ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഈ ഒരു ന്യൂസും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെഗറ്റീവ് മാർക്കറ്റാണ്. ഫ്രൈഡേ ആണ് നമുക്ക് സപ്പോർട്ടില്ല. ഫ്രൈഡേ അതുപോലെ തന്നെ പല കമ്പനികളുടെയും ഇന്ന് നിർബന്ധ പേ ഔട്ടാണ്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് റിസ്ക് ഇല്ലാത്ത FMCG ഷെയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.